ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ അരഡസൻ ആളുകളുണ്ട്. മുൻ എം പി രമ്യ ഹരിദാസനാണ് പ്രഥമ പരിഗണന. അതെന്താണേലും വളരെ നന്നായി. കാരണം ഒരു എം.പിയുടെ സാലറി കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. ഈ 1,89,000 രൂപ കൊണ്ട് പട്ടിണി മാറാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ രമ്യ ഹരിദാസിന് ഇപ്പോൾ എം.പി സ്ഥാനം കൂടിയില്ല. അപ്പോൾ ഒരു എം.എൽ.എ ആയിട്ടെങ്കിലും പരിഗണിക്കാൻ പറ്റുമെന്ന് നോക്ക്. ജനങ്ങൾ കനിഞ്ഞ മേഡത്തിന് എം.എൽ.എ ആയിട്ട് പട്ടിണി ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റിയേക്കും. നമുക്ക് നോക്കാം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പറ്റി അവൻ എത്രയാണെന്ന് ചോദിക്കുന്ന KPCC പ്രസിഡന്റ് ചേട്ടാ, അത് ശരിയാണല്ലോ. ഒരു മുഖ്യമന്ത്രിനാണ് ഈ അവൻ എന്ന് സംബോധന ചെയ്യുന്നത്. ആര്? നമ്മുടെ KPCC പ്രസിഡന്റ് കെ സുധാകരൻ സംബോധന ചെയ്യുന്നതാണ് പറഞ്ഞത്. അങ്ങനെ പറയുമ്പോൾ വേറൊരു കാര്യം ആലോചിക്കണം. ഈ മുഖ്യമന്ത്രി പലരെക്കുറിച്ചും പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ, പറഞ്ഞേക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ പലയിടത്തും നമുക്ക് രണ്ടാമത് ഉച്ചരിക്കാൻ പറ്റില്ലാത്ത വാക്കാണ്. അതൊരു സൈഡ്. പിന്നെ ഈ പറഞ്ഞേക്കുന്ന സതീശനാണെങ്കിലോ, സതീശൻ്റെ പണ്ട് പുറത്തോടെ ഓടി നടന്നുകൊണ്ടിരുന്ന ചാറ്റൊന്നും നമുക്ക് പറയണ്ട. അപ്പോൾ പറയുവാണെങ്കിൽ എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമാണ്. കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജനങ്ങളുടെ അവസ്ഥ കഷ്ടം, അത്രയേ ഉള്ളൂ. അതെന്താ പാർട്ടിക്ക് അകത്തൊരൊച്ചപ്പാട്? പത്തനംതിട്ട ജില്ലയിൽ നിന്നാണോ? നമ്മുടെ മുഖ്യമന്ത്രിനെയാണല്ലോ വിമർശിക്കുന്നത്. എന്താ കാര്യമൊന്ന് നോക്കിയിട്ട് വരാം. പൊതുവേദികളടക്കം മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം തിരിച്ചടിയായി. ഭരണവിരുദ്ധ വികാരം മനസ്സിലാക്കാനായില്ല. വിമർശനം ഉന്നയിച്ചേക്കുന്ന പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നാണ്. അപ്പോൾ ഇത്രയും വിമർശനങ്ങളൊക്കെ വന്ന സ്ഥിതിക്ക് ഇനി എന്താ പാർട്ടി അടുത്ത നടപടി എടുക്കുന്നതെന്ന് നോക്കാം. നമുക്ക് പാർട്ടി സെക്രട്ടറിക്ക് പറയാനുള്ള എന്താണെന്ന് കേട്ടു നോക്കാം. എന്താണെങ്കിലും പിണറായി വിജയന് പണിയിട്ടാനുള്ള സാധ്യതയുണ്ട്. നോക്കാം. തെറ്റുതിരുത്തലിന് തയ്യാറെങ്കിലും നേതൃമാറ്റമില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തുടർ ഭരണത്തിലേക്ക് പാർട്ടിയെ നയിക്കാൻ നെടുംതൂണായി നിന്നത് പിണറായി വിജയനാണ്. അതാണ് ഈ പറഞ്ഞത് കറക്റ്റ്. ഇല്ലേ പിള്ളേച്ചൻ കള്ളം പറയാമെന്ന് വിചാരിച്ചേനെ. എന്താണെങ്കിലും പാർട്ടി സെക്രട്ടറിക്ക് അറിയാം ഈ കതിരെ കൊണ്ട് വളം വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലാന്ന്. അങ്ങനെ അങ്ങ് പോട്ടെ.